1948 ശേഷം, അതായത് ഇസ്രയേൽ രൂപവത്കൃതമായ ഇസ്രയേൽ പലസ്തീൻ സംഘർഷം ഇത്ര രൂക്ഷമായതിനു ശേഷം ലോകത്ത് പല ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. ഇപ്പം നമ്മൾ അസർബൈജാൻ അർമീനിയ ഇഷ്യൂ, അതൊരു വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഉദാഹരണമാണെങ്കിൽ പോലും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടു. പക്ഷേ ഈ ഒരു പ്രശ്നം മാത്രം ഇങ്ങനെ അനന്തമായി നീളുകയാണ്. നമുക്ക് ഏതെങ്കിലും ചക്രവാളത്തിലൊരു പ്രതീക്ഷയുണ്ടോ? ഇതിൽ ഈ പറയുന്ന ഇസ്രയേലിൻ്റെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിന്, ഇപ്പോൾ ഡോക്ടർ സീതി പറഞ്ഞതുപോലെ ഇസ്രയേലിൻ്റെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിന്, ഇപ്പം ഇസ്രയേലിൻ്റെ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് നമ്മൾ പറയുമ്പോൾ അവിടെ ഈ ഹാർഡ് റൈറ്റ്, ജൂയിഷ്, തീവ്രജൂതർ ഇവരെല്ലാം ഭരണകൂടത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു അവസരമാണ്. ഈ ബസാലർ സ്മോട്രിച്ച് ഈ ട്രംപ് ഇവരെ മാറ്റണം എന്ന് പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇസ്രയേൽ ക്യാൻസ് പറയുന്നു. അങ്ങനെ ഇസ്രയേലിൻ്റെ ഇൻറ്റേർണൽ പൊളിറ്റിക്സും ഇപ്പോഴത്തെ പലസ്തീൻ പ്രശ്ന പരിഹാരത്തെ എങ്ങനെ ബാധിക്കും? ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞതുപോലെ ഒരു വിദൂര ചക്രവാളത്തിലെങ്കിലും നമുക്കൊരു പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ രൂപവൽക്കരണം അല്ലെങ്കിൽ പിറവി പ്രതീക്ഷിക്കാൻ പറ്റുമോ? പ്രൊഫസർ സീതി പറഞ്ഞതുപോലെ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, ആ ഗവൺമെൻറ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ ഇസ്രയേൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വംശീയത നിറഞ്ഞ ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ 4 പ്രധാന മന്ത്രിമാർ, ഒന്ന് ബെഞ്ചമിൻ നെതന്യാഹു, രണ്ടാമത്തെ ഒരു സഖ്യകക്ഷി എന്ന് പറയുന്നത് ഒട്സ്മ യഹൂദിത്ത് എന്ന് പറയും. ഒട്സ്മ യഹൂദിത്ത് എന്ന് പറയുന്നത് മീർ കഹാനെ എന്ന് പറയുന്ന ഒരു റബായി ആരംഭിച്ച കഹാനിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിയെ 1980-കളിൽ വംശീയത, ഈ ലിക്വിഡും ലേബറിന് പോലും ആ വംശീയത താങ്ങാൻ വയ്യാത്തത് കൊണ്ട് അവരെ നിരോധിക്കുകയും മീർ കഹാനെ പിന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അത് ഉയർത്തെഴുന്നേൽക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കാലത്താണ്. അതിൻ്റെ നേതാവെന്ന് പറയുന്നത് ഇത്തമാർ ബെൻ ഗവീർ, അദ്ദേഹമായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച വരെ അതിൻ്റെ ആഭ്യന്തരമന്ത്രി. ആ ആഭ്യന്തരമന്ത്രി ഇസ്ഹാഖ് റബിൻ ഓസ്ലോ അക്കോർഡ് സൈൻ ചെയ്തപ്പോൾ അദ്ദേഹത്തെ കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്ത ആളാണ് അതിൻ്റെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി. മൂന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് റിലീജിയസ് സയനിസ്റ്റ് പാർട്ടി. അതിൻ്റെ നേതാവെന്ന് പറയുന്നത് ബെസലേൽ സ്മോത്രിച്ച്. അദ്ദേഹവും വംശീയത നിറഞ്ഞ ഒരാൾ തന്നെയല്ല, അദ്ദേഹം അവിടെ പല കലാപങ്ങൾക്കും കൂട്ടുനിന്ന വേറൊരാളാണ്. പിന്നെ ഉള്ള അടുത്തൊരു പാർട്ടി യുണൈറ്റഡ് തോറ ജുഡായിസം, പിന്നെ 5ാമത്തെ പാർട്ടി എന്ന് പറയുന്നത് ഷാസ്. ഇതെല്ലാം ചേർന്ന എക്സ്ട്രീം റൈറ്റ് വിങ് പാർട്ടിയാണ് ഇസ്രയേൽ ഭരിക്കുന്നത്. ഈ ട്രംപിൻ്റെ പ്രസ്താവനയിൽ കൂടെ എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ 2013 തൊട്ട് 2023 വരെ ഇസ്രയേൽ 5 തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഈ 5 തെരഞ്ഞെടുപ്പിലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ഇടയ്ക്ക് 2 പ്രധാനമന്ത്രിമാർ ഇൻ്ററിം വന്നു. ഒന്ന് നെഫ്താലി ബെനറ്റും 2 യൈർ ലെപ്പേഡും ഒഴിച്ച് 17 വർഷം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ബെഞ്ചമിൻ നെതന്യാഹു ഈ പറയുന്ന വാറിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ലെജിറ്റിമസി പോയി. അവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ മാറ്റണം. അവിടുത്തെ ജനങ്ങൾ വലിയ പ്രക്ഷോഭത്തിലാണ് ഇപ്പോഴും. അപ്പോഴാണ് ട്രംപ് ഈ ഗവൺമെൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് കൊടുത്തു. അവിടെ റൈറ്റ് വിങ്ങേഴ്സ് പോലും പറയാൻ വയ്യാത്ത കാര്യമാണ് ട്രംപ് പറയുന്നത്, ഈ ഗാസൻസിനെ 22 ലക്ഷം പേരെയും മാറ്റുക എന്നുള്ളത്. ഇത് ഇടയ്ക്കിടയ്ക്ക് അവർ പറയും, അവരുടെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള അവിഗ്ദോർ ലിബർമാൻ എന്നൊക്കെ പറയും. അവരൊക്കെ വന്നിട്ട് ഇസ്രായേലികളെ മുഴുവൻ പലസ്തീനുകളെ മുഴുവൻ മുക്കിക്കൊല്ലണം എന്നൊക്കെ പറയും. എന്നാൽ ഈ ട്രംപിൻ്റെ ഈ പ്രസ്താവനയിൽ കൂടെ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, സീസ് ഫയർ എന്ന് പറയുന്നത് സ്റ്റാൻഡ് സ്റ്റില്ലായി. എന്തിനാണ് സീസ് ഫയർ ഇപ്പോൾ നടക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്റ്റേജസിനെ വിട്ടുകൊടുക്കണം. ആ ഹോസ്റ്റേജസിനെ വിട്ടുകൊടുക്കുക 250 ഹോസ്റ്റേജസിനെ കൊണ്ടുപോയി. അതിൽ 135 പേരെ വിട്ടുകൊടുത്തു. ബാക്കിയുള്ളവരെ വിട്ടുകൊടുക്കാൻ വേണ്ടിയായിരുന്നു ഈ സീസ് ഫയർ. അതുപോലെ തന്നെ പലസ്തീനിൽ വീണ്ടും ഒരു സമാധാന അന്തരീക്ഷം വരുമെന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണ്. എന്നാൽ ഇപ്പോൾ ഇതിലേക്ക് എന്തുകൊണ്ട് ട്രംപും നെതന്യാഹുവും പോയി എന്ന് ചിന്തിച്ചാൽ, ഹമാസ് എന്ന് പറയുന്നത് അവർക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ ഒരു ശക്തിയായി മാറി എന്നവർക്ക് ബോധ്യമായി. ഹമാസിൻ്റെ പൊളിറ്റിക്സിനോട് യോജിക്കുന്ന ആളല്ല ഞാൻ. എന്നാൽ 40,000 തൊട്ട് 45,000 പേരാണ് ഈ സൈന്യമായിരുന്നു ഹമാസിനുണ്ട് എന്നുള്ളതായിരുന്നു ഒരു റഫ് കണക്ക്. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ കണക്കനുസരിച്ച് 20,000 പേരെ മാത്രമേ അവർ കൊല്ലാൻ സാധിച്ചിട്ടുള്ളൂ. സാറ് പറഞ്ഞ പോലെ 1 ലക്ഷം ഈ സിവിലിയൻസ് മരിച്ചു. എന്നാൽ പോലും അവരുടെ കണക്കൂട്ടലുകളെ മുഴുവൻ തെറ്റിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും ഹോസ്റ്റേജസിനെ എങ്ങനെയാണ് അവർക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞത്? ഈ ഹോസ്റ്റേജസിന് 8 പേരെ മാത്രമേ ഇസ്രയേലി ആർമിക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അതിലെ 3 ഹോസ്റ്റേജസ് ഇറങ്ങിയിട്ട് ഓടിപ്പോയ സമയത്ത്
ഇസ്രയേലിൻ്റെ തന്നെ ഈ വെടിയേറ്റാണ് അവർ മരിച്ചത്. ഇപ്പോൾ 33 പേരെയാണ് ഈ പറയുന്ന ഇപ്പോൾ ഈ സീസ് ഫയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ റിലീസ് ചെയ്യേണ്ടത്. അതിൽ 8 പേര് മരിച്ചു കഴിഞ്ഞു. ഇനി 79 പേരെ സെക്കൻഡ് സ്റ്റേജിൽ റിലീസ് ചെയ്യണം. അതിൽ 34 പേര് മരിച്ചു കഴിഞ്ഞു. ഇതൊക്കെ എങ്കിൽ പോലും ഹമാസ് എന്ന് പറയുന്ന അവിടെ ഫോർമിഡബിൾ ആയിട്ടൊരു ഫോഴ്സായി മാറി. ഹമാസിനെ മുഴുവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് നീങ്ങിയ ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം പരാജയപ്പെടുന്ന ഒരു സംവിധാനമാണ്. കാരണം വെസ്റ്റ് ബാങ്കിലും ഫത്ത പരാജയപ്പെടും, അവിടെയും ഹമാസ് തന്നെ ജയിക്കും. സോ ദെയർഫോർ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കണമെങ്കിൽ ഈ പറയുന്ന ഗാസ എന്ന് പറയുന്നത് അവർ കംപ്ലീറ്റ്ലി ഉന്മൂലനാശനം ചെയ്യും. അതിനുവേണ്ടി ഇവർ റിട്ടേൺ സ്ക്രിപ്റ്റ് ആയിരുന്നു. ഈ ട്രംപ് എന്ന് പറയുന്നത് ഒരു വൺ ലൈനറിൻ്റെ ആളാണ്. ഇടയ്ക്കിടയ്ക്ക് ജനങ്ങളെ സന്തോഷിപ്പിക്കുവാനും ഒക്കെ ഓരോന്ന് പറയും. പക്ഷെ ഇതല്ല, ഇതൊരു സ്ക്രിപ്റ്റ് മുഴുവനും അദ്ദേഹം ഇരുന്ന് വായിച്ചു. ഇത് ഇങ്ങനെ ആയിരിക്കണം. അതിന് 1 വർഷം മുമ്പേ അദ്ദേഹത്തിൻ്റെ സണ്ണിൻലോ അദ്ദേഹത്തിൻ്റെ അഡ്വൈസർ തന്നെയായിരുന്നു ജാരേദ് കുഷ്ണർ. അദ്ദേഹം പറഞ്ഞു ഇത് ഗാസ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്ലാറ്റ് ഒക്കെ നല്ലതാന്ന് പറയുന്ന പോലാണ്, ഇതൊരു വലിയ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടിയാന്ന് പറഞ്ഞു. ഈ ഗാസ അത്ര ലാഘവത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. ഈ പലസ്തീൻ പ്രശ്നം അവസാനിപ്പിക്കണമെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത് ജൂത അല്ലെങ്കിൽ ഒരു മുസ്ലിം സംഘർഷമല്ല. ഞാൻ അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മിഡീവൽ പീരീഡിലെ ജൂതന്മാരെ മുഴുവൻ സംരക്ഷിച്ചത് മുസ്ലിം രാഷ്ട്രങ്ങളാണ്. ഓട്ടോമൻ എംപയറിലാണ് ഈ സ്പാനിഷ് ഇൻക്വിസിഷന് ശേഷം ജൂതന്മാരെല്ലാം പോയത് ഓട്ടോമൻ എംപയറിലേക്കാണ്. ഓട്ടോമൻ എംപയറിലെ അന്നത്തെ റബായി ഉണ്ട്, ഇറ്റ്സാഖ് ഷമീർ. അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട് ജൂതന്മാരോട്, നിങ്ങൾ യൂറോപ്പിൽ നിൽക്കണ്ട, നിങ്ങൾ ഓട്ടോമൻ എംപയറിലേക്ക് വരൂ, ഇവിടെ താമസിക്കാം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു ജൂയിഷ് വലിയ ഫിലോസഫേഴ്സ് ആയ മൈമോനിറ്റ്സ്, അദ്ദേഹം ജീവിച്ചത് എല്ലാം ഈജിപ്തിലാണ്. അതുപോലെ തന്നെ ജൂയിഷ് ട്രഡീഷൻ, സഫാർദിക് ട്രഡീഷനിൽ നോക്കുമ്പോൾ റോമനൈറ്റ്, റാബനൈറ്റ്, കാരറൈറ്റ് എന്നൊക്കെ പറയുന്നത് അത് പല സെക്റ്റുകളാണ്. ഈ സെക്റ്റുകളെല്ലാം വളർന്ന് വലുതായത് മുസ്ലിം രാജ്യങ്ങളിലാണ്. ഇസ്ലാമിക രാജ്യമാണ് ഇതിനെല്ലാം സംരക്ഷിച്ചത്. എക്ലീസിയാസ്റ്റിക്കലി ആൻഡ് തിയോളജിക്കലി ജൂതന്മാരും അല്ലെങ്കിൽ ജൂത മതവും അല്ലെങ്കിൽ മുസ്ലിം സമുദായമാണ് കൂടുതൽ അടുപ്പം. സോ ദെയർഫോർ ഇന്ന് ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു പുതിയ നറേറ്റീവ്, ആ നറേറ്റീവ് ഒക്കെ വന്നിട്ട് ഒരു 75-80 വർഷമേ ആയുള്ളൂ. അത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ വില്യം ഹെക്ലറെ പോലുള്ള ഒരു ക്രിസ്ത്യൻ സയനിസം വന്നതിന് ശേഷമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സോ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. നെൽസൺ മണ്ടേലയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് കൂടി ഞാൻ അവസാനിപ്പിക്കാം. നെൽസൺ മണ്ടേല പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിലെ ടൗൺ ഹാളിൽ വലിയ ഈ അറാഫാത്തിനെ ടെററിസ്റ്റ് എന്ന് വിളിച്ചുകൊണ്ട് വലിയ വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെൽസൺ മണ്ടേല അവരോട് പറഞ്ഞു, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ എല്ലാവിധ ഇൻ്റലക്ച്വൽസും ഞങ്ങളുടെ ഒരു സോഴ്സ് എന്ന് പറയുന്ന ജൂത ഇൻ്റലക്ച്വൽസ് ആണ്. ആ ജൂത ഇൻ്റലക്ച്വൽസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഞങ്ങൾ ഈ പലസ്തീനിയൻ കോസിന് വേണ്ടി നിൽക്കില്ല. കാരണം അവരും പലസ്തീനിയൻ കോസിന് വേണ്ടിയാണ് നിൽക്കുന്നത്. കാരണം പലസ്തീനിയൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് ഇസ് എ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ കൺവിൻസ്ഡ് ആകണം. ഈ ലോക രാജ്യങ്ങളിലും ബാക്കി ഇന്ത്യയിലെ പോലെയുള്ള രാജ്യങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഈ 2 കമ്മ്യൂണിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ പേരിൽ തമ്മിലടിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ തമ്മിലടിക്കുന്ന എളുപ്പമാണ്, പക്ഷെ ഒരു വലിയ ജനത, ഒരു 10-40 ഇപ്പോൾ സീസാർ പറയുന്നത് 1,00,000 പേര്, അതിൽ കൂടുതലും മരിച്ചത് അമ്മമാരും കുഞ്ഞുങ്ങളുമാണ്. ഇങ്ങനെയുള്ളവർ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോരാട്ടം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ എഴുതാൻ നമുക്ക് വളരെ ചെറിയൊരു കാര്യമാണ്. പക്ഷെ മരിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പലസ്തീനിലെ ജനതയാണ്. സോ ഒരു സൈഡിൽ ഇതിനെ ഒരു മതത്തിൻ്റെ ഒരു പ്രശ്നമാക്കി മാറ്റുക എന്നുള്ളത് സാമ്രാജ്യ ശക്തികളുടെ തന്നെ ഒരു ഇമ്പീരിയൽ ഫോഴ്സസിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്. ഇതിനൊരു മതത്തിൻ്റെ ഒരു കളർ കൊടുക്കുക എന്നുള്ള അതിലേക്കാണ് പോയി വീഴുന്നത്. അവസാനം കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ പലസ്തീൻ പ്രശ്നം അവസാനിക്കണമെങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഇന്ത്യയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഒന്നും പറഞ്ഞ ആ മണ്ണിൽ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ഇന്ന് ഹിന്ദുവിൻ്റെ എഡിറ്റോറിയലുണ്ട്. ആ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ എന്താണ് അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങൾ അവരുടെ ജനങ്ങൾ എന്താണ്, അവരുടെ സെന്റിമെന്റ്സ് എന്താണെന്നുള്ളതിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ്, അവിടുത്തെ പല ഗവൺമെന്റുകളും 90% ഓഫ് ഗവൺമെന്റുകളിലും അമേരിക്കയുടെ മുന്നിലേക്ക് പോയിട്ട് മുട്ടുകുത്തുന്ന ജനങ്ങളാണ്. എന്നാൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് പലസ്തീന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ സിറിയയിൽ വന്നിരിക്കുന്ന സിറിയയിലെ പുതിയ പ്രസിഡന്റ് ഓടി നടന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് ഇറാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവിടുത്തെ ഇറാന്റെ എംബസി അടപ്പിക്കുന്നു, എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്.